ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. കൃപാസനം മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ ഭക്തിപൂർവ്വം പ്രവേശിക്കുകയാണ്. ഈശോയോട് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട് പരിശുദ്ധ ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ ഈ സമയം നമ്മളെ ഒരുമിച്ച് കൂട്ടിയ ദൈവപിതാവിൻ്റെ സ്നേഹത്തിന് നമുക്ക് ഹൃദയത്തിൽ നന്ദി പറയാം. ജീവിതത്തിൻ്റെ വിവിധ ദുരന്ത മുഖങ്ങളിലായിരുന്നു കൊണ്ടാണ്, അതുമല്ലെങ്കിൽ വിവിധ ദുരന്ത മുഖങ്ങളെ അതിജീവിക്കുവാനാണ് നമ്മളും പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷയായ ഈ അൾത്താരയിൽ വന്നുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തുകൊണ്ട് ദൈവ കൃപയെ നോക്കി പാർക്കുന്നത്. പ്രാർത്ഥിക്കുന്നു, അപ്പം തന്നെ ഉത്തരം കിട്ടുന്നതാണ് റീഫണ്ടബിൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നു, അപ്പം തന്നെ അതിൻ്റെ റെഡിമെയ്ഡ് ആൻസർ കിട്ടുന്നു. പക്ഷേ ഈശോ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞു, ചില കാര്യങ്ങൾക്ക് നമ്മൾക്ക് റെഡിമെയ്ഡ്, റെഡി ടു ആൻസർ, എന്താണ് ഇൻസ്റ്റൻറ്റ് പോലെ ബ്രേക്ക്ഫാസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയത്തില്ലേ, റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞ് ചുമ്മാ കൊണ്ടുപോയി ഒന്ന് ഓവനിൽ കാണിച്ചിട്ട് കഴിക്കാൻ പറ്റിയ സാധനമായിട്ടല്ല. അത് കുറച്ച് കഴിഞ്ഞ് മാത്രമേ റീഫണ്ടബിൾ ആകത്തുള്ളൂ. കൊഷമണി പോലെയാണ്. കൊഷമണി നമ്മൾ കോളേജിൽ ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് സെക്കൻഡ് ഗ്രൂപ്പുകാർക്ക് കുറച്ച് പണം അവിടെ അടക്കണം. ഇവർ വരെ തല്ലുകയോ പൊട്ടിക്കുകയൊക്കെ ചെയ്തെങ്കിൽ അതിന് പണം പിടിക്കാൻ വേണ്ടി ആക്കണം. ചില സംഭവങ്ങൾ കോഷമണി പോലെയാണ്, പിരിഞ്ഞു പോരുമ്പോൾ നമുക്ക് കിട്ടത്തുള്ളത്. അതുപോലെ തന്നെയാണ് ചില കാര്യങ്ങൾ നമുക്ക് ഇൻസ്റ്റൻറ്റ് റീഫണ്ടബിൾ അല്ല, അപ്പം തന്നെ കിട്ടത്തില്ല. ഇപ്പം നിങ്ങളിപ്പോൾ ക്ഷമിക്കുന്നു, ചില കാര്യങ്ങൾ ഏകപക്ഷീയമായി ക്ഷമിക്കുന്നു, അതിൻ്റെ പേരിൽ അടുത്ത ആഴ്ച ജോലി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇരിക്കത്തില്ല. ഞാൻ ക്ഷമിച്ചു, കാര്യം എന്താണ്, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. കർത്താവ് എങ്ങനെ, ഞാൻ ക്ഷമിക്കാത്തതിൻ്റെ പേരിൽ കർത്താവ് ജോലി തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഇങ്ങനെ ഇൻ്റർ കണക്ട് ചെയ്യേണ്ട. ചില കാര്യങ്ങൾക്ക്, ചില മേജറായിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, മൈനർ കാര്യങ്ങൾ ഓക്കെയാണ്. ചില മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒരിക്കലും റീഫണ്ടബിൾ അല്ല. ചില മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അപ്പം നിങ്ങൾ ഓർക്കുക എന്താ മേജർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് അച്ഛൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഗുരുതരമായി നിങ്ങൾക്ക് നഷ്ടം വരുന്നൊരു കാര്യം നിങ്ങൾ ഈശോയെക്കുറിച്ച് ചെയ്തെന്ന് വിചാരിച്ചോ, അതിന് അപ്പം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു പ്രതിഫലം കിട്ടത്തില്ല. എന്താ കാര്യം? അത് ക്യാരി ഓവർ ചെയ്തിരിക്കുന്നത് ഇറ്റേണൽ അക്കൗണ്ടിലേക്ക് പോയിരിക്കുകയാണ്. അതാണ് ഈശോ പറയണത്. എന്താണ് അവസാനം പറഞ്ഞ വചനം? 5:11 എന്താ? എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ, ഇതാണ് മേജർ എന്ന് പറയുന്നത്. വേജമായിരിക്കും, ആ സംഭവത്തിൽ സത്യം ഉണ്ടാകത്തില്ല. വേജമായി നിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങളെന്ത് ചെയ്യും? അത് തെളിയിക്കാൻ വേണ്ടി ചിലപ്പോൾ കോടതി വരെ പോകും. ചിലപ്പോൾ നിങ്ങൾ വാശി പിടിച്ച് വിവാഹമോചനം വരെ ആവശ്യപ്പെടും. കാര്യം നിങ്ങൾ ചെയ്യാത്ത കാര്യമാണ്. ഇപ്പോൾ ഇന്നലെ ഒരു ഭർത്താവ് എൻ്റെ അടുത്ത് കൊച്ചിനെ കാണിച്ച് പറഞ്ഞു, ഈ കൊച്ചിനെക്കുറിച്ച് ഞങ്ങൾ തമ്മിൽ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണെന്ന്. ഞാൻ ഡീറ്റെയിൽസിലോട്ട് പോയില്ല. എന്തിനാ അവനെ കൊണ്ട് തോന്നിയ വാസത്തെ ഏറ്റ് പറയിപ്പിക്കുന്നത്? ഞാൻ കർത്താവ് ആ വിഷയം ഒരു കൊച്ചു ജനിച്ചപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞ് പെശകി ഭർത്താവും ഭാര്യയായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് രണ്ടുപേർക്കും അറിയാം, വലിയ കഥയൊന്നും ഇല്ലെന്നറിയാം. പക്ഷേ ഒരു വാശിയാണ് അവിടെ വർക്ക് ചെയ്യണത്. ഈ വാശി വിട്ടുകൊടുക്കാൻ ആരും തയ്യാറല്ല. കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചിട്ട് അവൾ കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അവൻ കുറഞ്ഞു പോകുമെന്ന് വിചാരിച്ചുകൊണ്ട് അവൾ വരട്ടെ അല്ലെങ്കിൽ അവൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരുന്ന് മുടി നിരക്കണമെന്ന് കോടതി തോക്കണം എന്നല്ലാതെ വേറെ കാര്യമൊന്നുമില്ല. നിങ്ങളെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സാധനത്തിനെ കെട്ടിയെടുത്താൽ പിന്നെ അത് നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിനെ ആശ്രയിച്ച് മേടിച്ച സാധനമാണെങ്കിൽ അതിനെ കളയാതിരിക്കുന്നതാണ് എപ്പോഴും ഭാര്യയ്ക്കും ഭർത്താവിനും നല്ലത്. തമാശയല്ല. കാരണം നിങ്ങൾ കഴിഞ്ഞിട്ട് വാശിപ്പുറം കളഞ്ഞിട്ട് വേറെ ഒരെണ്ണത്തിനെ കെട്ടി അവളുടെ മുമ്പിൽ കൂടി ഞാൻ നടക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് കഥയൊന്നും, അതൊക്കെ ചുമ്മാ മസിൽ പിടുത്തമാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വയസ്സാകും.
ഇപ്പം നിങ്ങൾ പറയും അവനേക്കാളും ബെറ്റർ ആയിട്ടുള്ളവനെ ഞാൻ കല്യാണം കഴിച്ചിട്ട് അവൻ്റെ വീടിന് ബാക്കി കൂടി പോവും, അതിനേക്കാൾ ബെറ്ററായുള്ള കാറ് ഞാൻ മേടിക്കും. ഇങ്ങനെ കുറേ മൃഗങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ എന്താണ്? ആത്മാവില്ലാത്ത സാധനങ്ങൾ. ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് വീമ്പിളക്കിയിട്ട് ആള് കളിക്കാൻ നോക്കുന്ന വാശികൾ. ഇതിന് ബൈബിൾ വിളിക്കുന്ന പേര് ലോകമെന്നും വിളിക്കും, പിശാചെന്നും വിളിക്കും. ലോകമെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലുള്ള വാശി, വൈരാഗ്യം, മത്സരം. ഉടമ്പടിയിൽ എപ്പോഴും വരുമ്പോൾ നിങ്ങളുടെ ഈ ലോകത്തിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. എന്നിൽ ലോകമുണ്ടോ? വാശിയുണ്ടോ? മത്സരമുണ്ടോ? വാശി എന്നാണ് പിന്നെ ഒരു മത്സരം വരണത്. മത്സരത്തിൽ നിങ്ങൾ ജയിച്ചാലും അവസാനം തോറ്റന് തുല്യമാണ്. എന്താ കാര്യം? ക്രിസ്തു ഈ ഫോർമാറ്റിൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അപ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾക്ക് മിസ്സാകും. ക്രിസ്തുവിനെ മിസ്സാകുന്നില്ലെങ്കിൽ നമ്മളെന്തിനാ ഉടമ്പടിയിൽ കാരുണ്യപ്രവൃത്തിയും അതുപോലെ തന്നെ ഇവാഞ്ചലൈസേഷനും ഒക്കെ വെച്ചിരിക്കണത് എന്താ? അതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ നിങ്ങൾക്ക് ഒരു കാരണവശാലും നിങ്ങൾക്ക് മിസ്സാകാതിരിക്കാനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി. എന്നാ സാക്ഷ്യം എന്ന് പറയാമോ? അതായത് ഒന്ന് സ്തുതിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യങ്ങളിലൂടെ നമ്മളോട് സംസാരിക്കുന്ന നന്ദി പറയുന്നു. ഹല്ലേലൂയ, മെർലിൻ തോമസ് എന്ന് പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞു. നല്ല സാക്ഷ്യമാണ്. പെട്ടെന്ന് ആൾക്കാർ ആ സാക്ഷ്യം കൂടുതലുണ്ട്. 37,000 അപ്പോൾ ഈ മെർലിൻ പറയണത്, ഞാൻ നേരത്തെ ഉടമ്പടി എടുത്തതാണ്, പക്ഷെ വർക്കൗട്ട് ചെയ്തില്ലെന്ന് പറഞ്ഞു. ഞാൻ 22 മറ്റേ ഉടമ്പടി എടുത്തതാണ്. അപ്പോൾ 29 ഉടമ്പടി എടുത്തതെന്ന് പറയുമ്പോൾ ആ ഉടമ്പടിയിൽ വന്നിരിക്കുന്ന വിഷയം ഞാൻ പറഞ്ഞ് ഞങ്ങളെ ഡെൻഡലിലായിരുന്നു. പിന്നീട് ഈ നാട്ടുകാരാണേ, ചേർത്തലക്കാരാ. പക്ഷെ അവർ ഇംഗ്ലണ്ടിലാണ്. അപ്പോൾ ഉടമ്പടി എടുത്തെങ്കിലും ഉടമ്പടിയിലെ കുറച്ച് കാര്യങ്ങളെ ഞങ്ങൾ ചെയ്തുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കിയപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കുർബാന മുടക്കിയിട്ടില്ല, പിന്നെ എന്താണ്, കുടുംബ പ്രാർത്ഥനയും മുടക്കിയിട്ടില്ല, ബൈബിളും വായിച്ചിട്ടുണ്ട്. പക്ഷെ ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. കാര്യം എന്താ? അത് നിങ്ങളെ ശ്വസിച്ചു എന്ന് പറഞ്ഞൊരു വല്ല കാര്യമുണ്ടാ? നിങ്ങൾ ശ്വസിച്ചു, ശ്വസിച്ചില്ല, നിങ്ങൾ ചത്തുപോയനോ. കുർബാന മുടക്കിയിട്ടില്ല, കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, ബൈബിൾ വായിച്ചെന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആത്മീയ ജീവിതം ശ്വസിച്ചു എന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ആരോഗ്യം വേറെയാണ്. ഭക്ഷണം കഴിക്കണമെങ്കിൽ മാത്രമേ ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ. മറ്റത് ശ്വാസോച്ഛ്വാസത്തിനാണ് ഈ കുർബാനയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോഴേ ഇവർ പറയണത്, അത് ഉടമ്പടിയിൽ അതുണ്ട്, അത് ശ്വസിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. നിങ്ങളെ ശ്വസിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. നിങ്ങളെ ബലം പ്രാപിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന കണ്ടന്റ് വേറെയാണ്. നിങ്ങൾ ശ്വസിക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്നത് എന്തൊക്കെയാണത്? കുർബാന മുടക്കരുത്, പിന്നെ എന്താ ചെയ്തിരിക്കണത്? കുടുംബ പ്രാർത്ഥന മുടക്കരുത്, പിന്നെ എന്താണ്? ബൈബിൾ വായിക്കണം. അതിപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ചെയ്യണമല്ലോ. ഒരു കത്തോലിക്ക മസ്റ്റായിട്ട് ചെയ്യേണ്ടത്, ഉടമ്പടി എടുത്തില്ലെങ്കിൽ ചെയ്യണം. മറ്റ് ഡിനോമിനേഷൻ ഉള്ളവർ അവരുടെ രീതിയിലുള്ള സഭയിൽ അവരുടെ നിയമം അനുസരിച്ച്, ആ സഭയുടെ നിയമം അനുസരിച്ച് നമ്മൾ ജീവിക്കണത്. അപ്പോഴേ അത് ശ്വാസോച്ഛ്വാസം മാത്രമേ ഉള്ളൂ. ഉടമ്പടിയിൽ എക്സ്ട്രാ വന്നിരിക്കണത് എന്താ? കാരുണ്യപ്രവൃത്തി. പിന്നെ അത് വന്നിരിക്കണത് എന്താണ്? ഈ ബലം പ്രാപിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതും പ്രതിരോധശേഷിക്ക് വേണ്ടി വന്നിരിക്കുന്നതും. ഇപ്പോൾ കാരുണ്യപ്രവൃത്തി പ്രതിരോധശേഷിക്ക് വേണ്ടി വന്നിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവാഞ്ചലൈസേഷൻ, വിശ്വാസ കൈമാറ്റം എന്തിനു വന്നിരിക്കുന്നതാണ്? അത് ബലം പ്രാപിക്കാൻ വേണ്ടി, ആത്മീയ ബലം പ്രാപിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അപ്പം മെർലിൻ പറഞ്ഞത് എന്താണ്? ഞങ്ങൾ കുർബാന മുടക്കണില്ലായിരുന്നു, അതുപോലെ തന്നെ ബൈബിൾ വായന മുടക്കിയിട്ടില്ല, ഞങ്ങൾ അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല, പക്ഷേ ഉടമ്പടി വർക്കൗട്ട് ചെയ്തിട്ടില്ല. അവസാനം ഇംഗ്ലണ്ടിൽ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവിടുത്തെ സിറ്റുവേഷൻസ് കൊണ്ടാണ് ഇത് ചെയ്യാൻ പറ്റാതെ വന്നതെന്നാണ് അവർ പറയണത്.
അവർ ഉടമ്പടി എടുക്കാവുന്നത് കൊണ്ടാണ് അവർ ചെയ്യുക. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കും ഇത് എങ്ങനെയെങ്കിലും ഒക്കെ ഇതിൻ്റെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ഈ സാമ്പിൾ എടുക്കുമല്ല. ഞാൻ പണ്ട് ജയിലിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ 12:30 മണിയായിരുന്നു. അപ്പോൾ ജയിലിലെ ഒരു സൂപ്രണ്ടാണ്, അങ്ങനെ DSP റാങ്കിലുള്ള ആളാണെന്ന് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പോലീസുകാർ സാമ്പാറും സദ്യയും കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ അയാൾ ഒരു പാത്രം ഉണ്ടല്ലോ, ഒരു പാത്രത്തിൽ തന്നെ പല പല പാത്രങ്ങളില്ലേ കറികളൊക്കെ അല്ല, അതിൽ നിന്നെല്ലാം അയാൾ ഓരോ നുള്ളിലെടുത്തിട്ട് തിന്നും. എന്നിട്ട് അയാൾ അടുത്ത പോലീസുകാരന് കൊടുക്കും, അയാൾ കൊണ്ട് പ്രതികൾക്ക് കൊടുക്കും. ഇയാൾ കഴിക്കാതെ കൊടുക്കത്തില്ല, കാര്യം ഇതിൻ്റെ അകത്ത് വിഷമില്ല എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഈ ജയിലിൽ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 12 പാത്രം കൊണ്ടുവന്ന് 12 പ്രതികൾ കിടപ്പുണ്ട് ജയിലിൽ. 12 പാത്രം കൊണ്ടുവന്നിട്ട് ഈ SP-ക്ക് കൊടുക്കും. അദ്ദേഹം അവിടെ നിന്ന് അത് കഴിക്കും. അതിങ്ങനെ ഓരോ നുള്ളെടുത്ത് കഴിക്കണത് എല്ലാത്തിൽ നിന്നും എടുക്കും അയാൾ. അപ്പം ഞാനിവിടെ ഇരിപ്പുണ്ട്, ഈ കാഴ്ചയും കണ്ടുകൊണ്ട്. ഇതുപോലെ സാമ്പിൾ കഴിക്കണ അദ്ദേഹം. നിങ്ങൾ ഉടമ്പടിയുടെ സാമ്പിൾ എടുക്കുന്ന ആൾക്കാരാണ് പല ആൾക്കാരും, വർക്കൗട്ട് ചെയ്യത്തില്ല. 3 ഷട്ട് ഡൗൺ ആണ് പോയത്. അത് കഴിഞ്ഞിട്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോവുക, ഒരു 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും തിരിച്ച് നാട്ടിലേക്ക് വരും, പിന്നെ ഒരു 3 മാസം ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെ ഒരു സ്ഥിരത ഉണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ മമ്മിയും പിന്നെ എൻ്റെ കൂട്ടുകാരൻ ഏകനലും അവനാണ് പറഞ്ഞത്, ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമുക്കത് നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് ഉടമ്പടി എടുത്തു. 6 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതും ലോങ് ടൈമാണ്. ലോങ് ടൈമിന് അപ്പോൾ എങ്ങനെ പോയാലും 5 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഓയിൽ ആൻഡ് ഗ്യാസിൽ തന്നെ വേണം. അപ്പോൾ ഞാനന്ന് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇൻ്റർവ്യൂ എത്തുമ്പോൾ വരെയും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അത് കഴിഞ്ഞിട്ട് അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞാൻ പാസ്പോർട്ടിൽ ലേശം ഇവിടുന്ന് തന്ന ഉപ്പും പിന്നെ തൈലം ഞാൻ നെറ്റിയിലും ചുണ്ടത്തും ഇങ്ങനെ പൂശിയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് അപ്പം തന്നെ ആ സാറ് ആദ്യത്തെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഞാനതിന് ഉത്തരം പറഞ്ഞു. പക്ഷേ അതെനിക്ക് മര്യാദയ്ക്ക് ആളെ കൺവിൻസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എന്നാലും ഞാൻ എന്തൊക്കെയോ എൻ്റെ അറിവിലനുസരിച്ചും എക്സ്പീരിയൻസിൻ്റെ ബേസിൽ ഞാൻ എന്തൊക്കെയൊക്കെയോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ആ സാറിനൊരു കോൾ വന്ന ആളാകെ ഡിസ്ട്രാക്റ്റായി പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അപ്പോഴത്തേക്കും ഒരു 2-3 സെൻറ്റൻസ് പറഞ്ഞു. അപ്പോഴത്തേക്കും പിന്നെയും ഒരു സാറ് വന്നിട്ട്, വേറൊരു എക്സ്റ്റേണിൽ നിന്ന് ഒരു സാറ് വന്നിട്ട് ഡോർ തുറന്ന് ആൾ പിന്നെയും ഡിസ്ട്രാക്റ്റായി. അപ്പോഴത്തേക്കും ഞാനൊരു 3-4 സെൻറ്റൻസ് പറഞ്ഞു. അപ്പോഴത്തേക്കും സാർ എന്നോട് ചോദിച്ചു, ഇൻ്റർവ്യൂ എടുത്ത് സാർ എന്നോട് ചോദിച്ചു വാട്ട് ഈസ് യുവർ എക്സ്പെക്റ്റഡ് സാലറി എന്ന്. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഞാനിത് സെലക്റ്റഡ് ആയെന്ന്. എന്നിട്ട് അതെനിക്ക് ഉറപ്പാണത് കൃപാസനത്തിൽ നിന്നും ഉടമ്പടി എടുത്തുകൊണ്ടും കൃപാസന മാതാവിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടുമാണ് എനിക്കത് ലഭിച്ചതെന്ന്. അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു 2 ആഴ്ചയ്ക്കുള്ളിലാണ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ വരിക. അപ്പോൾ ലോങ് ടൈമിന് പോകുമ്പോൾ എല്ലാവർക്കും അറിയാം നമുക്ക് ഇപ്പോൾ സർവീസ് ചാർജ് ഉണ്ടാവും. അപ്പോൾ അവർ കൂടുതൽ സൗദിക്ക് അവർ പറഞ്ഞത് 40 to 60 ഏതെങ്കിലും ഒരു സർവീസ് ചാർജ് വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ലോങ് ടൈമായി നമ്മളത് കൊടുക്കാനും ഒരു തീരുമാനത്തിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഓഫർ ലെറ്ററൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു നിങ്ങൾക്കിത് ഫ്രീ ചാൻസാണ്, നിങ്ങൾ വെറുതെ മെഡിക്കലിൻ്റെ പൈസ മാത്രം കൊടുത്താൽ മതി, ബാക്കിയെല്ലാം ടിക്കറ്റും ഫുഡും എല്ലാം ട്രാൻസ്പോർട്ടേഷൻ എല്ലാം കമ്പനി വകയാണ്, ഇൻഷുറൻസും വിസയുടെയും എല്ലാ കാര്യങ്ങളും കമ്പനി തന്നെയാണ് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഭയങ്കര ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഞാൻ ഈ സേഫ്റ്റിയുടെ കോഴ്സ് പഠിക്കുമ്പോൾ ഞാൻ ഇവിടെ ആലപ്പുഴ തന്നെയാണ് പഠിച്ചത്. അപ്പോൾ എക്സാമിൻ്റെ 3 എക്സാമാണുള്ളത്, IGC 1, 2, 3. അങ്ങനെ 1 എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. അത് എറണാകുളം അബാദ് പ്ലാസയിലായിരുന്നു എക്സാം. അത് കഴിഞ്ഞിട്ട് 2ാമത്തെ എക്സാമിൻ്റെ ഡേറ്റ് ഞങ്ങളുടെ സാർക്കും കൺഫ്യൂഷനായി. ഞാനിവിടെ വന്ന് എക്സാമിൻ്റെ തലേദിവസം ഇവിടെ കുർബാനയ്ക്ക് വന്നു. അപ്പോൾ അവർ പറഞ്ഞു 2 ദിവസം കഴിഞ്ഞിട്ടാണ് എക്സാം, അപ്പോൾ പിന്നെ കുഴപ്പമില്ല പഠിക്കാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് 2 മൊഡ്യൂൾ എനിക്ക് കവർ ചെയ്യാണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഇവിടെ തന്നെ കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അവിടെ വന്നപ്പോൾ പറഞ്ഞു എടാ എക്സാം നാളെയാണ് ഡേറ്റ്, ഞാൻ തെറ്റി പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലാകെ വിഷമമായി. ഇനി 2 ഇത് പഠിക്കാനുണ്ട്. എന്നിപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു സപ്ലി വന്നു കഴിഞ്ഞാൽ ഇത് ഒരു വിഷയം എടുക്കാൻ തന്നെ 15,000 രൂപയാണ് ഒരു വിഷയം പോയി കഴിഞ്ഞാൽ. അത് കഴിഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പ്രൊജക്റ്റിന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ എന്നിട്ട് എങ്ങനെയെങ്കിലും അവിടെ വെച്ചിട്ട് എക്സാമിന് എഴുതി പോയി. എനിക്ക് ഉറപ്പായിരുന്നു എനിക്കത് പാസ്സാവില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് 60 ദിവസം കഴിഞ്ഞാലാണ് റിസൾട്ട് വരിക. റിസൾട്ട് വന്നപ്പോൾ മെയിലിൽ നോക്കിയപ്പോൾ അത് ഞാൻ ജയിക്കാൻ വേണ്ടത് 45 മാർക്കാണ് 100-ൽ. എനിക്കതിൽ 46 മാർക്ക്. അത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും
20 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊജക്റ്റിൻ്റെ റിസൾട്ട് വന്നു. അത് ജയിക്കാൻ 100-ൽ 60 മാർക്ക് വേണം. അപ്പോൾ അതിലെനിക്ക് 61 മാർക്ക് കിട്ടി, എനിക്ക് ലഭിച്ചു. അതുപോലെ തന്നെ ഞാനിപ്പോൾ 2 മാസമായിട്ടാണ് ഇപ്പോൾ ഖത്തറിൽ നിന്ന് വന്നത്. അപ്പോൾ എനിക്ക് പഠിച്ച ജോലിയല്ല അവിടെ കിട്ടിയത്. ഞാനവിടെ സേഫ്റ്റി വാച്ചിൻ്റെ കോഴ്സായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സേഫ്റ്റി ഓഫീസറിൻ്റെ അസിസ്റ്റൻറ്റ് പോലെ. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ആ സമയത്തായിരുന്നു ഇവിടെ ജപമാല റാലി ഉണ്ടായിരുന്നത്. അപ്പോൾ പപ്പയും അമ്മയും ഇവിടെ ജപമാല റാലിയിൽ പൂർണ്ണമായിട്ട് പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടുത്തെ ക്ലൈൻറ്റ് എന്നോട് ചോദിച്ചു ആരൊക്കെയാണ് ക്ലൈൻറ്റിൻ്റെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നത്. അപ്പോൾ അന്ന് ഖത്തറിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ നടത്തിയത് ക്ലൈൻ്റ് ആയിരുന്നു. ഒരു അറബിയായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആരെടുത്തതിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നെ മാത്രം അതിൽ നിന്ന്, എൻ്റെ കൂടെ കുറേ പേരുണ്ടായിരുന്നു, അന്ന് എന്നെ മാത്രം എടുത്ത് ERT ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ആക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈൻറ്റ് സൈഡിലേക്ക് മാത്രമാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ക്ലൈൻറ്റിന് എപ്പോഴൊക്കെയാണ് ആവശ്യമുള്ളത് ആ ടൈമിൽ മാത്രം എനിക്ക് അവരുടെ കൂടെ ജോബിന് പോയാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ആയിട്ടുള്ള ജോബൊന്നുമില്ല. എന്ന് വെച്ചാൽ ഓയിൽ ആൻഡ് ഗ്യാസ് എല്ലാവർക്കും അറിയാലോ, ഗ്യാസും അങ്ങനെ ടോക്സിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊന്നും എനിക്ക് മര്യാദയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ എല്ലാ ഹാംഫുൾ ആയിട്ടുള്ള ഒറ്റ കാര്യത്തിൽ എനിക്ക് പോകാണ്ട് ക്ലൈൻറ്റിൻ്റെ കൂടെ സേഫായിട്ടുള്ള ജോബുകളും എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി എടുക്കണേക്കാളും മുമ്പ് എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവും. 3 മാസം 4 മാസം കൂടുമ്പോഴുള്ള കുമ്പസാരം അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പള്ളിയിലിരുന്ന് ബാക്കിലിരുന്ന് വർത്തമാനം പറയുക, ഫോൺ യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉടമ്പടി എടുത്ത് ഡിസംബർ 12-ാം തീയതി തൊട്ട് ഇന്നുവരെയും ഞാൻ പള്ളി പോക്ക് മുടക്കിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരം, ബൈബിൾ വായന. ഇപ്പോൾ ബൈബിൾ ഞാനിപ്പോൾ പുതിയ നിയമം മൊത്തം കംപ്ലീറ്റ് ആക്കി. ഇപ്പോൾ പഴയ നിയമം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അരമണിക്കൂർ ഡെയിലി വായിക്കാനുള്ള ഒരു അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കഴിവിനനുസരിച്ച് ദശാംശം പോലെ രോഗികൾക്കും പിന്നെ അങ്ങനെ എന്തെങ്കിലും സഹായം ചോദിച്ചു വരുന്നവർക്ക് ഒരു മടി കൂടാതെയും എനിക്കത് കൊടുക്കാൻ സഹായിക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവിടെ അടുത്ത് തന്നെ പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ മെൻ്റലി ഡിസേബിൾഡായ കുറച്ച് പിള്ളേരുണ്ട്, ഒരു 45 പിള്ളേർ, ആൺകുട്ടികളാണ്. അപ്പോൾ നമ്മുടെ അവിടെ തന്നെ പുതുക്കാട് നിന്നൊരു മരിയൻ എന്ന് പറഞ്ഞിട്ടൊരു മരിയൻ സോൾജേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, കൂട്ടായ്മയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ആ 45 പിള്ളേർക്കും ക്രിസ്മസിൻ്റെ സമയത്ത് അവർക്ക് ഉടുപ്പും അവരെ കുളിപ്പിക്കാൻ അവരെ ശുശ്രൂഷിക്കലും പരിപാലിക്കലൊക്കെ ആയിരുന്നു. അതുപോലെ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ പൊതിച്ചോറ് കൊടുക്കണ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം പൊതിച്ചോറ് കൊടുക്കൽ, ഞായറാഴ്ചകളിൽ പൊതിച്ചോറ് കൊടുത്ത് അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ പറ്റി. എനിക്ക് ഉറപ്പാണിത് എൻ്റെ എല്ലാം ഈ ജോലി ഇപ്പോൾ തന്നത്. ഞാൻ 29-ാം തീയതി ഇപ്പോൾ സൗദിയിലേക്ക് പോവാണ്. അതുകൂടാണ്ട് തന്നെ വിസ എനിക്ക് ഡിസംബർ 12-ാം തീയതി എനിക്ക് ഉടമ്പടി എടുത്തു. ജനുവരി 12-ാം തീയതി ഇപ്പോൾ എനിക്ക് സൗദിക്കുള്ള വിസ ലഭിച്ചു. ഇനിയിപ്പോൾ 29-ാം തീയതി എനിക്ക് ഞാൻ പോവാണ്, സൗദിയിലേക്ക് പോവാണ്. ഇതെല്ലാം അനുഗ്രഹം തന്ന ദേവകുമാരനും കൃപാസന മാതാവിനും ഒരായിരം നന്ദി. ആദ്യമേ തന്നെ ഞാൻ അമ്മ മാതാവിനോടും ഈശോയോടും ക്ഷമ ചോദിക്കുന്നു. ഉടമ്പടി പറയാൻ വൈകിയതിൽ ക്ഷമ ചോദിക്കുന്നു. ഞാൻ 2022 ജൂൺ 27-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അത് എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലോ പ്രയാസങ്ങളും കൊണ്ടായിരുന്നു. എനിക്ക് പെട്ടെന്ന് ഇരുന്നാൽ പോലെ തന്നെ കൈയും കാലും ഒന്നും എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോകാം. അതിന് മുൻപ് തന്നെ എൻ്റെ അമ്മായി 2016 അവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി തൈലവും ഉപ്പും തേനും കൊണ്ട് പത്രവും കൊണ്ട് തരികയും എനിക്കതിനെപ്പറ്റി ഒന്നും ആ സമയത്തൊന്നും അറിയില്ലായിരുന്നു. ഞാനത് അവിടെ വച്ചിരുന്നു. പിന്നീട് ഞാൻ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ പോലും ഞാൻ അത് ചുമടൊക്കെ എടുക്കാൻ പോവായിരുന്നു. അപ്പോൾ അതെൻ്റെ മകൾ അതെടുത്ത് നഷ്ടപ്പെടുത്തി. പിന്നീട് ഞാൻ മറന്നുപോയി അതിനെപ്പറ്റി. പിന്നീട് എനിക്ക് 22-ൽ ഈ അസുഖം എനിക്ക് പിടികൂടുന്നത്. അതിനുശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് കൃപാസനത്തിൽ വരണം. അദ്ദേഹം പറഞ്ഞു കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ 1 മാസത്തോളം പറഞ്ഞു പിന്നെ പുള്ളി 2-3 ഡോക്ടറിൻ്റെ അടുത്ത് എന്നെ കൊണ്ടുപോയി. അങ്ങനെ ആ മരുന്നുകളിൽ നിന്നൊന്നും എനിക്ക് സൗഖ്യം ലഭിച്ചില്ല. പിന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പിന്നെ നിവൃത്തിയില്ലാതെ പുള്ളി എൻ്റെ ഹസ്ബൻഡ് എന്നെ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഇവിടുത്തെ
എനിക്ക് 30 വർഷമായിട്ട് മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ മൈഗ്രെയിൻ തലവേദന ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഗുളികകളൊക്കെ എഴുതി തന്നു. പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി തൈലം ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്ക് അതിലൊരു ഗുളിക പോലും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ആ ഗുളിക ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ ഒരെണ്ണം പോലും ഞാൻ ഇതുവരെയും എടുത്ത് ഉപയോഗിച്ചിട്ടില്ല. ആ മൈഗ്രെയിൻ തലവേദന അതോടുകൂടി നിന്ന് ഇപ്പോൾ 1.5 വർഷമായിട്ട് എനിക്ക് തലവേദനയേ ഇല്ല. പിന്നെ എൻ്റെ മകൾ ജനിച്ചപ്പോൾ മുതൽ അവൾക്ക് മൂത്രമൊഴിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. 5.5 വയസ്സ് വരെ ബെഡിൽ മൂത്രമൊഴിക്കുമായിരുന്നു. ഇപ്പോൾ അവൾക്ക് ഞാനത് ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ കലക്കി വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കുമായിരുന്നു. അത് ഉപയോഗിച്ചതിൻ്റെ ഫലമായി അവൾക്കിപ്പോൾ ആ അസുഖങ്ങളൊന്നുമില്ല. പിന്നെ തന്നെ ഈ ഫ്രിഡ്ജിൽ നിന്ന് ഐസ് എടുത്ത് കഴിച്ചാൽ പോലും ഇപ്പോൾ അവൾക്ക് യാതൊരു കുഴപ്പവുമില്ല. ഈ എന്തെങ്കിലും ഒരു പനിയോ ഒരു ജലദോഷമോ എന്തെങ്കിലും തൊണ്ടയടപ്പോ ഉടമ്പടി എടുത്തപ്പോൾ മുതൽ ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളാണ് ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ സന്ധ്യയ്ക്ക് ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ച് കൊടുക്കും. അത് ഉടമ്പടി ഉപ്പും തൈലവും സ്ഥിരമായി ഞാൻ കൊടുക്കാറുണ്ട്. അതുമൂലം അവൾക്ക് യാതൊരു വക പ്രശ്നങ്ങളുമില്ല. ഇളയ മകൾക്ക് എല്ലാ പീരീഡ് വരുമ്പോൾ അവൾക്ക് വയറുവേദന വരാറുണ്ട്. ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വയറ്റത്ത് കുരിശ് വരച്ച് കൊടുക്കാറുണ്ട്.